السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين. ഉമർ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ അഖീഖിൽ ആയിരുന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആരോ ഒരാൾ എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അതിൻ്റെ അർത്ഥം ജിബ്രീൽ ആണ്. എൻ്റെ അടുത്തേക്ക് വന്നു. എൻ്റെ രക്ഷിതാവിൽ നിന്നാണ് വന്നത്. ഇന്ന് രാത്രിയാണ് വന്നത്. എൻ്റെ സ്വപ്നത്തിലാണ് വന്നത്. എന്നിട്ട് പറഞ്ഞു, ഈ അനുഗ്രഹീത താഴ്വരയിൽ നമസ്കരിക്കുക, എന്നിട്ട് നിയ്യത്ത് വയ്ക്കുക, ഞാൻ ഉംറ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു, ഹജ്ജിനോടൊപ്പം. ഉംറയും ഹജ്ജും ഒരുമിച്ച്. അത് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ നമ്മൾ വിശദമായ ഹജ്ജിൻ്റെ കിതാബുകളിൽ കണ്ടതാണ്. عن عمر رضي الله عنه عن النبي صلى الله عليه وسلم قال الليلة أتاني آت من ربي وهو بالعقيق أن صلي في هذا الوادي المبارك وقل عمرة في حجة. സ്ഥലത്തിൻ്റെ ഉടമസ്ഥൻ വാടകക്കാരനോട് പറഞ്ഞാൽ, ഞാൻ നിനക്ക് ഈ സ്ഥലം ഉപയോഗിക്കാൻ സമ്മതിക്കുന്നു, അല്ലെങ്കിൽ അനുവദിച്ചിരിക്കുന്നു, അള്ളാഹു അനുവദിക്കുന്ന അത്രയും കാലം. അങ്ങനെ ഒരു പ്രത്യേക സമയം പറഞ്ഞിട്ടില്ല, ഇത്ര കൊല്ലമെന്നോ മാസമെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. നിനക്ക് പറ്റണിടത്തോളം, അല്ലെങ്കിൽ അള്ളാഹ് നിന്നെ കൊണ്ട് എത്ര കാലം ഇത് ഉപയോഗിക്കാൻ പറ്റിക്കുന്നു അത്രയും കാലം. അതുകൊണ്ട് ആ കരാറിന് ഒരു അന്ത്യം ഇല്ല. അങ്ങനെയാണെങ്കിൽ ആ കരാർ രണ്ടുപേരുടെയും അനുവാദം ഉണ്ടെങ്കിൽ എത്ര വേണമെങ്കിലും തുടരാവുന്നതാണ്. ഇദാ ഖാല റബ്ബുൽ അർദി ഉഖിറുക മാ ഖറക അല്ലാഹു വലം യദ്കുർ അജലൻ മഅലൂമൻ ഫഹുമാ അലാ തറാദിഹിമാ. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, ഉമർ റളിയല്ലാഹു അൻഹു യഹൂദന്മാരെ പുറത്താക്കി, ക്രിസ്ത്യന്മാരെയും പുറത്താക്കി ഹിജാസിൽ നിന്ന്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈബർ കീഴടക്കിയപ്പോൾ അദ്ദേഹം യഹൂദന്മാരെ അവിടെ നിന്ന് പുറത്താക്കാൻ ആഗ്രഹിച്ചിരുന്നു. കാരണം അത് അപ്പോൾ അള്ളാഹുവിൻ്റെ നാടായി മാറി, അള്ളാഹുവിൻ്റെ മണ്ണാണത്, അള്ളാഹുവിൻ്റെ സമ്പത്തായി മാറി, അവൻ്റെ റസൂലിൻ്റെയും മുസ്ലിങ്ങളുടെയും. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം യഹൂദന്മാരെ പുറത്താക്കാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷെ അവർ അദ്ദേഹത്തിനോട് അവിടെ താമസിക്കാൻ അനുവാദം ചോദിച്ചുകൊണ്ട് അഭ്യർത്ഥിച്ചു. അപ്പോൾ കണ്ടീഷൻ വെച്ചു, ഒരു വ്യവസ്ഥ ഉണ്ടായിരുന്നു അവർ തമ്മിൽ. അവരവിടെ കൃഷി ചെയ്യുക, പണിയെടുക്കുക, എന്നിട്ട് കിട്ടുന്ന സമ്പത്തിൻ്റെ അല്ലെങ്കിൽ പഴങ്ങളുടെ പകുതി കൊടുക്കുക. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, നിങ്ങളെ ഇവിടെ താമസിക്കാൻ അല്ലെങ്കിൽ തുടരാൻ ഞാൻ അനുവദിക്കുന്നു, ഒരു കണ്ടീഷൻ വെച്ചിട്ട്, അല്ലെങ്കിൽ ഒരു വ്യവസ്ഥയിൽ, ഞങ്ങൾ ആഗ്രഹിക്കുന്നതുവരെ. അപ്പോൾ നമുക്ക് ഒരിക്കൽ വേണ്ടാന്ന് തോന്നിക്കഴിഞ്ഞാൽ മുസ്ലിങ്ങൾക്ക് അത് ഒഴിവാക്കാവുന്നതാണ്. അപ്പോൾ മുസ്ലിങ്ങൾ ആഗ്രഹിക്കുന്നതുവരെ. അങ്ങനെ യഹൂദന്മാർ അവിടെ തുടർന്നും താമസിച്ചു, ഉമർ അവരെ അവിടെ നിന്ന് നിർബന്ധിച്ച് പുറത്താക്കുന്നതുവരെ. അങ്ങനെ അവർ തൈമ, അരിഹ ഈ രണ്ട് സ്ഥലങ്ങളിലേക്ക് മാറി താമസിച്ചു. അപ്പോൾ കണ്ടീഷൻ അനുസരിച്ചിട്ടുള്ള പുറത്താക്കലാണ്, അല്ലാതെ ഓടിച്ചു വിടലൊന്നുമല്ല. മുസ്ലിം സ്ഥലത്ത് യഹൂദന്മാർ താമസിക്കുന്നു, അന്നേരത്തെ കണ്ടീഷൻ മുസ്ലിങ്ങൾ അല്ലെങ്കിൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്നവരെ എന്നായിരുന്നു. അങ്ങനെ ഉമർ ഉദ്ദേശിച്ചു, ഇനി വേണ്ടാന്ന് റളിയല്ലാഹു അൻഹു അങ്ങനെ പോയതാണ്. അപ്പോൾ അതിലൊന്നും നമ്മളൊരു കുറ്റം കാണേണ്ട കാര്യം ഇല്ല. عن ابن عمر أن عمر ابن الخطاب رضي الله عنه أجل اليهود والنصارى من أرض الحجاز. وكان رسول الله صلى الله عليه وسلم لما ظهر على خيبر أراد إخراج اليهود منها، وكانت الأرض حين ظهر عليها لله ولرسوله صلى الله عليه وسلم وللمسلمين، وأراد إخراج اليهود منها، فسألت اليهود رسول الله صلى الله عليه وسلم ليقرهم بها أن يكفوا عملها ولهم نصف الثمر، فقال لهم رسول الله صلى الله عليه وسلم نقركم بها على ذلك ما شئنا، فقروا بها حتى أجلاهم عمر إلى تيماء وأريحاء. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബാക്കൾ അവർക്ക് ഉണ്ടാവുന്ന വിളകൾ അല്ലെങ്കിൽ പഴങ്ങൾ അവരുടെ പറമ്പിലും കൃഷി സ്ഥലങ്ങളിലൊക്കെ ഉണ്ടാവുന്നത് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ കൊടുക്കാറുണ്ടായിരുന്നു. മാകാന മിൻ അസ്ഹാബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുവാസി ബഅദുഹും ബഅദൻ ഫിസ്സിറാത്തി വസ്തമരി. റാഫി ഇബ്നു ഖദീജ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, എൻ്റെ അമ്മാവൻ സുഹൈർ പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചിരിക്കുന്നു ഒരു കാര്യം ചെയ്യുന്നത്, ആ കാര്യം അങ്ങോട്ട് ഉപകാരം ഉണ്ടാകുന്ന കാര്യമാണെങ്കിൽ. അപ്പം ഞാൻ പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണോ പറഞ്ഞത് അത് ശരിയാകുന്നു. അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ വിളിപ്പിച്ചു, എന്നിട്ട് ചോദിച്ചു, നീ നിൻ്റെ കൃഷിസ്ഥലത്തിൽ എന്താണ് ചെയ്യുന്നത്, അവിടെ ഉണ്ടാകുന്ന കൃഷി, അങ്ങനെയുള്ള അതിൻ്റെ ഉപയോഗം എങ്ങനെയാണ് എന്നായിരിക്കും. അപ്പം ഞാൻ മറുപടി പറഞ്ഞു,
ഞങ്ങളുടെ കൃഷിസ്ഥലങ്ങൾ വാടകയ്ക്ക് കൊടുക്കുന്നു, അല്ലെങ്കിൽ പാട്ടത്തിന് കൊടുക്കുന്നു. അതിലെ വ്യവസ്ഥ എന്ന് പറയുന്നത് അതിൻ്റെ അരുവികളുണ്ട്, തോടുകളൊക്കെ, അതിൻ്റെ അരുവികളൊക്കെ ഉണ്ടാകുന്ന കൃഷി മുഴുവൻ ഞങ്ങൾക്ക് തരണം എന്നുള്ള വ്യവസ്ഥയിലാണ് ഞങ്ങൾ കൊടുക്കുന്നത്. അതാണ് വാടക. അതല്ലെങ്കിൽ കുറച്ച് വസ്ക് ബാർലി അല്ലെങ്കിൽ കുറച്ച് വസ്ക് ഈന്തപ്പഴം, ഇതിനൊക്കെയാണ് വാടകയ്ക്ക് കൊടുക്കാറ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അങ്ങനെ ചെയ്യരുത്. ഒന്നല്ലെങ്കിൽ നിങ്ങൾ കൃഷി ചെയ്യുക, അതല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഫ്രീ ആയി കൃഷി ചെയ്യാൻ കൊടുക്കുക, അതല്ലെങ്കിൽ അതിനെ വെറുതെ വിട്ടേക്കുക, കൃഷിയേ ചെയ്യരുത്. അപ്പം ഞങ്ങൾ പറഞ്ഞു ഞങ്ങളത് കേൾക്കുന്നു, അനുസരിക്കുന്നു. 2346, 2447 ഹദീസുകളിൽ ആവർത്തിക്കുന്നു. സമയത്തു റാഫി ബിൻ ഖദീജിൻ ഇബ്നു റാഫിൻ അൻ അമ്മിഹി ലുഹൈരി ഇബ്നു റാഫിൻ ഖാല ലുഹൈറുൻ ലഖദ് നഹാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ അംരിൻ കാന ബിനാ റാഫിഖൻ ഖുൽതു മാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഹുവ ഹഖ്ഖുൻ ഖാല ദഅനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല മാ തസ്നഊന ബിമഹാഖിലിക്കും ഖുൽതു നുഅജിറുഹാ അലർ റബൈഇ വഖാല അൽ ഔസുഖി മിന التمر والشعير قال لا تفعلوا ازرعوها أو أزرعوها أو أمسكوها قال رافع قلت سمعا وطاعة. ജാബിർ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, ആളുകൾ സ്ഥലം വാടകയ്ക്ക് അല്ലെങ്കിൽ പാട്ടത്തിന് കൊടുക്കാറുണ്ടായിരുന്നു കൃഷിക്ക് വേണ്ടിയിട്ട്. വിളയുടെ അല്ലെങ്കിൽ കൃഷി ഉണ്ടായി കിട്ടുന്നതിൻ്റെ 1/3, 4/1 പകുതിയോ ഒക്കെ ആയിരുന്നു കണക്ക്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആർക്കൊക്കെ ഭൂമിയുണ്ടോ അവർ സ്വയം കൃഷി ചെയ്യട്ടെ, അതല്ലെങ്കിൽ മറ്റൊരു മുസ്ലിമിന് വെറുതെ കൃഷി ചെയ്യാൻ കൊടുക്കട്ടെ, അതല്ലെങ്കിൽ ആ സ്ഥലം കൃഷി ചെയ്യാതെ വെറുതെ ഇടട്ടെ. ഇതൊരു വലിയ പ്രശ്നം ഉണ്ടാക്കുന്ന ഹദീസാണ്. നമ്മളുടെയൊക്കെ ജീവിതത്തിൽ സ്ഥിരമായി സ്ഥലം പാട്ടത്തിന് കൊടുക്കലൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഒരു മുസ്ലിമിന് പാട്ടത്തിന് കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത് എന്നാണ് റസൂലിൻ്റെ നേരിട്ടുള്ള ഉത്തരവ്. عن جابر رضي الله عنه قال كانوا يرزعون بالثلث والربع والنصف فقال النبي صلى الله عليه وسلم من كانت له أرض فليزرعها أو ليمنحها فإن لم يفعل فليمسك أرضه. ഹദീസിന്റെ വിശദീകരണത്തിൽ പറയുന്നു, ഭൂരിഭാഗം പണ്ഡിതന്മാരും ഏകാഭിപ്രായക്കാരാണ് സ്ഥലം വിളയ്ക്ക് വേണ്ടി വാടകയ്ക്ക് കൊടുക്കുന്നത് തെറ്റാണ് എന്ന്. അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവദിച്ചിരുന്നില്ല. പക്ഷേ പൈസയ്ക്ക് വാടകയ്ക്ക് കൊടുക്കുന്നതിൽ കുഴപ്പമില്ല എന്നാണ് പറയുന്നത്. അതായത് ഇത്ര രൂപ, അതായത് 1 ഏക്കർ സ്ഥലം പാട്ടത്തിന് എടുത്തോളൂ, നീ എന്നാ തേങ്ങ മാങ്ങിയ കൃഷി ചെയ്തോളൂ, ഇത്ര നാളത്തേക്ക് ഇത്ര രൂപ തരണം മാസത്തിൽ അല്ലെങ്കിൽ കൊല്ലത്തിൽ. അല്ലാതെ അവിടെ കൃഷി ചെയ്യുന്നതിൻ്റെ 8/1, 4/1 അങ്ങനെയുള്ളത് ചെയ്യുന്നത് റസൂൽ അനുവദിച്ചിരുന്നില്ല എന്നാണ് ഫത്ഹുൽ ബാരിയിലുള്ള വിശദീകരണത്തിൽ പറയുന്നത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്, ആർക്കൊക്കെ ഭൂമി ഉണ്ടോ അവർ സ്വയം കൃഷി ചെയ്യണം, അതല്ലെങ്കിൽ മറ്റൊരു മുസ്ലിമിന് വെറുതെ കൃഷി ചെയ്യാൻ കൊടുക്കണം, അതല്ലെങ്കിൽ അതിൽ കൃഷി അവൻ ചെയ്യാതിരിക്കട്ടെ. അൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ കാനത് ലഹു അർദുൻ ഫൽയസ്റഹ ഔ ലിയംനഹ അഖാഹു ഫഇൻ അബാ ഫൽയുംസിക് അർദഹു. അംർ വിശദീകരിക്കുന്നു, ഞാൻ ഇത് പറഞ്ഞപ്പോൾ, അതായത് റാഫി ബിൻ ഖദീജിൻ്റെ 2339 ഹദീസ് വിശദീകരിച്ചപ്പോൾ താവൂസിനോടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഭൂമി കൃഷി ചെയ്യാൻ വേണ്ടി വാടകയ്ക്ക് കൊടുക്കുന്നത് അനുവദനീയമാണ്. കാരണം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിരോധിച്ചിട്ടില്ല. പക്ഷേ പറഞ്ഞത് അവൻ്റെ സഹോദരന് വെറുതെ കൊടുക്കുന്നതാണ് നല്ലത് എന്നാണ്. അതായത് അവൻ്റെ സഹോദരനിൽ നിന്ന് ഒരു പ്രത്യേക തുക സ്വീകരിക്കുന്നതിന് പകരം. അപ്പോൾ അതാണ് നല്ലത്. قال ابن عباس رضي الله عنهما أن النبي صلى الله عليه وسلم لم ينهى عنه ولكن قال أن يمنح أحدكم أخاه خير له من أن يأخذ شيئا معلوما. നാഫി വിശദീകരിക്കുന്നു, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ അദ്ദേഹത്തിൻ്റെ കൃഷിസ്ഥലം വാടകയ്ക്ക് കൊടുക്കാറുണ്ടായിരുന്നു. അബൂബക്കറിൻ്റെ സമയത്തും ഉമറിൻ്റെ സമയത്തും ഉസ്മാനിൻ്റെ സമയത്തും മുആവിയയുടെ ആദ്യകാല ഭരണ സമയത്തും. عن نافع أن ابن عمر رضي الله عنهما كان يكري مزارعه على عهد النبي صلى الله عليه وسلم وأبي بكر وعمر وعثمان وصدرا من إمارة معاوية. വിശദീകരണത്തിൽ റസൂലിൻ്റെ പേര് പറയുന്നില്ല, പക്ഷേ ഹദീസിൽ റസൂലിൻ്റെ കാലത്തും
ഇബ്നു ഉമർ അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. പിന്നീട് അദ്ദേഹത്തിനോട് റാഫി ബിൻ ഖദീജിൻ്റെ ഈ ഹദീസിനെ പറ്റി അറിയിച്ചു. അതായത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പാടവും പറമ്പും ഒക്കെ വാടകയ്ക്ക് കൊടുക്കുന്നത് നിരോധിച്ചിരിക്കുന്നു എന്നുള്ളത്. ഇബ്നു ഉമർ റാഫീൻ്റെ അടുത്തേക്ക് എന്നെയും കൂട്ടി പോയി. എന്നിട്ട് റാഫീനോട് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറമ്പും പാടവും ഒക്കെ വാടകയ്ക്ക് കൊടുക്കുന്നത് നിരോധിച്ചിരിക്കുന്നു എന്ന്. ഇബ്നു ഉമർ പറഞ്ഞു, നിനക്കറിയാലോ ഞങ്ങളുടെ പാടം അല്ലെങ്കിൽ കൃഷി സ്ഥലങ്ങളൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ പാട്ടത്തിന് കൊടുത്തിട്ടുണ്ട്. കൃഷിയായി വെച്ചിരുന്നത് അരുവികളുടെ അരുവിൽ കൂടെ ഉള്ള സ്ഥലത്ത് ഉണ്ടാവുന്നത് ഞങ്ങളുടെ വാടകയായിട്ട്, അതല്ലെങ്കിൽ ഒരു പ്രത്യേക എമൗണ്ട് അത്തിപ്പഴം. ചില സഹീഹ് ബുഖാരികളുടെ കോപ്പികളിൽ അത്തിബന് എന്നായിരിക്കുന്നു എഴുതിയിരിക്കുന്നത്. അതായത് വെട്ടി നുറുക്കിയ വൈക്കോൽ അല്ലെങ്കിൽ വൈക്കോൽ പോലുള്ള എന്തെങ്കിലും തണ്ടുകൾ ഫിഗിന് അല്ലെങ്കിൽ അത്തിപ്പഴത്തിന് പകരം. ثم حدث عن رافع بن خديج أن النبي صلى الله عليه وسلم نهى عن كراء المزارع فذهب ابن عمر إلى رافع فذهبت معه فسأله فقال نهى النبي صلى الله عليه وسلم عن كراء المزارع فقال ابن عمر قد علمت أن كنا نكري مزارعنا على عهد رسول الله صلى الله عليه وسلم بما على الأربعاء وبشيء من التين. സാലിം വിശദീകരിക്കുന്നു, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതായിട്ട് എനിക്ക് അറിയാം, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് തന്നെ സ്ഥലം കൃഷിക്ക് വേണ്ടി പാട്ടത്തിന് കൊടുത്തത് അല്ലെങ്കിൽ വാടകയ്ക്ക് കൊടുത്തത്. പിന്നീട് ഉമറിന് ഒരു പേടി ഉണ്ടായിരുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിരോധിച്ചിട്ടുണ്ടായിരുന്നു എന്ന്. പക്ഷെ അദ്ദേഹത്തിന് അതിനെപ്പറ്റി കാര്യമായ അറിവൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് സംശയമായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പറമ്പ് പിന്നീട് വാടകയ്ക്ക് കൊടുത്തിട്ടില്ല, അല്ലെങ്കിൽ പാട്ടത്തിന് കൊടുത്തിട്ടില്ല. അഖ്ബർനി സാലിമുൻ അന്ന അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ ഖാല കുൻതു അഅലമു ഫി അഹ്ദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നൽ അർബ തുഖ്റാ ثم خشي عبد الله أن يكون النبي صلى الله عليه وسلم قد أحدث في ذلك شيئا لم يكن يعلمه فترك كراء الأرض. ഭൂമി സ്വർണത്തിനും വെള്ളിക്കും വാടകയ്ക്ക് കൊടുക്കുന്നത്. കിറാഇൽ അർദി ബിദ്ദഹബി വൽ ഫിദ്ദത്തി. ഇബ്നു അബ്ബാസ് പറയുന്നു, ഏറ്റവും നല്ലത് എന്ന് പറയുന്നത് കൃഷി ചെയ്യാതെ കിടക്കുന്ന സ്ഥലം ഒരു കൊല്ലത്തേക്ക് പാട്ടത്തിന് എടുക്കുന്നതാകുന്നു. വഖാല ഇബ്നു അബ്ബാസിൻ ഇന്ന അംസല മാ അൻതും സ്വാനിഊന അൻ തസ്തഅ്ജിറുൽ അർദ ബൈദാഅ മിനസ്സനതി ഇലസ്സനതി. ഹൻസല ബിൻ ഖൈസ് വിശദീകരിക്കുന്നു, റാഫി ബിൻ ഖദീജ് പറഞ്ഞതായിട്ട് എൻ്റെ 2 അമ്മാവന്മാരും എന്നോട് പറഞ്ഞു, അവർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബാക്കളാണ്. അവരെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് സ്ഥലം പാട്ടത്തിന് കൊടുക്കാറുണ്ടായിരുന്നു. ആ പറമ്പിലുള്ള അരുവികളുടെ അല്ലെങ്കിൽ തോടിൻ്റെ അരുവിൽ കൂടെയുള്ള അവിടെ ഉണ്ടാകുന്ന കൃഷി എന്താണോ അതായിരുന്നു വാടക. അപ്പോൾ ചിലപ്പോൾ വെള്ളമൊക്കെ കൂടുതലുള്ള സ്ഥലത്ത് നന്നായി കൂടുതൽ കൃഷി ഉണ്ടാവും, വിളവുണ്ടാവും എന്നുകൊണ്ടായിരിക്കും പലയിടത്തും നമ്മളിത് കണ്ടു. അല്ലാഹു ആലം. അല്ലെങ്കിൽ ഒരു പ്രത്യേക അളവ് വിളവ് എന്താണോ ആ ഉടമസ്ഥൻ തീരുമാനിക്കുന്നത്, അല്ലെങ്കിൽ ഇടപാടിൽ ഉടമ്പടിയിൽ ഉള്ളത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിരോധിച്ചു. അപ്പം ഞാൻ റാഫിനോട് ചോദിച്ചു, അപ്പോൾ ദീനാറോ ദിർഹമിനോ സ്ഥലം പാട്ടത്തിന് കൊടുത്താലോ? അപ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞു, അതിൽ തെറ്റൊന്നും ഇല്ല, ദീനാറ് ദിർഹമിന് വേണ്ടി വാടകയ്ക്ക് കൊടുക്കാവുന്നതാണ്. നമുക്കിന്ന് രൂപയും ഡോളറും ഒക്കെയാണ്, അവരുടെ നാട്ടിൽ ദീനാറും ദിർഹവും ഒക്കെ ആയിരുന്നു, അതായത് സ്വർണവും വെള്ളിയൊക്കെ ആയിരുന്നു. അൽ ലൈസ് പറയുന്നു, ആർക്കെങ്കിലുമൊക്കെ ഒരു തർക്കം തോന്നുകയോ അല്ലെങ്കിൽ ശരി എന്താണ് തെറ്റെന്താണ് എന്ന് തിരിച്ചറിയാൻ പറ്റാതിരിക്കുകയോ ചെയ്താൽ, ഇതിലെന്താണ് വിരോധിച്ചിരിക്കുന്നത് അറിയില്ല, ഞാൻ അത് ചെയ്തു പോയാലോ എന്നുള്ള പേടി ഉണ്ടെങ്കിൽ അവർ അത് ചെയ്യാതിരിക്കട്ടെ. കാരണം ഇത് അപകടങ്ങളാൽ ചുറ്റപ്പെട്ടതാകുന്നു. അതായത് നമ്മൾ ചെയ്താൽ തെറ്റുപറ്റാൻ ഒരുപാട് സാധ്യതയുള്ള ഒരു ഏരിയ ആണ് എന്നാണ് ഇതിൽ നിന്ന് ഇവർ വിശദീകരിക്കുന്നത്. അൽ ലൈസ് ഈ ഹദീസിനോട് യോജിക്കുന്നു. പണ്ഡിതന്മാരുടെയൊക്കെ ഏകാഭിപ്രായവും അതാണ്. അവരെല്ലാവരും ചിന്തിക്കുന്നത് സ്ഥലം വാടകയ്ക്ക് കൊടുക്കുന്നത് ഹറാമാണ്, അല്ലെങ്കിൽ അത് വിരോധിച്ചിരിക്കുന്നു. അത് ദേഷ്യത്തിലേക്കോ അല്ലെങ്കിൽ തർക്കത്തിലേക്കോ അല്ലെങ്കിൽ പ്രശ്നങ്ങളിലേക്കോ ഒക്കെ എത്തിക്കും എന്നുണ്ടെങ്കിൽ വാടകയ്ക്ക് കൊടുക്കുക എന്നുള്ളത് അടിസ്ഥാനപരമായി തെറ്റൊന്നും അല്ല. പണ്ഡിതന്മാരുടെ ഇടയിൽ പല അഭിപ്രായങ്ങളും ഉണ്ട്, അവർ തന്നെ തർക്കത്തിലാണ് ഏതൊക്കെ രീതിയിൽ വാടകയ്ക്ക് കൊടുക്കാം എന്നുള്ള കാര്യത്തിൽ. ഭൂരിഭാഗം മതപണ്ഡിതന്മാർ
ഇതിൽ യോജിക്കുന്നുണ്ട്. ഭൂമി വാടകയ്ക്ക് കൊടുക്കാവുന്നതാണ്, പക്ഷേ വിളവ് വീതം മേടിച്ചുകൊണ്ട് കൊടുക്കുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിരോധിച്ചിരിക്കുന്നു. പൈസയ്ക്ക് വാടകയ്ക്ക് കൊടുക്കാവുന്നതാണ്. ഫത്തുൽ ബാരിയിൽ ഇത് കൂടുതൽ പറയുന്നുണ്ട്. അപ്പോൾ ഏതാണ്ടൊക്കെ ഒരു തീരുമാനം ആയി. നമ്മൾ ചെയ്യുന്നത് വാടകയ്ക്ക് അല്ലെങ്കിൽ പാട്ടത്തിന് സ്ഥലം കൊടുത്ത് 8 എന്നൊക്കെ പറഞ്ഞിട്ട് വീതം മേടിക്കുന്നത് തെറ്റാണ്. റസൂൽ നേരിട്ട് വിരോധിച്ചിരിക്കുന്നതാണ്. പകരം ഒരു പൈസ പറഞ്ഞ് കൊടുക്കാവുന്നതാണ്. നമ്മളെല്ലാവരും ഒന്ന് സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. കാരണം നമ്മൾ ഒരുപാട് ഹദീസിൽ മുമ്പ് കണ്ടു, സ്ഥലം വെറുതെ ഇട്ടാലും വേണ്ടില്ല, അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്ക് വെറുതെ കൊടുക്കുക, അങ്ങനെയുള്ള ഒരുപാട് കണ്ടീഷനൊക്കെ ഉണ്ട്. അപകടം ഒഴിവാക്കാൻ ഒന്നല്ലെങ്കിൽ വെറുതെ കൊടുക്കുക പാവങ്ങൾക്ക്, അതല്ലെങ്കിൽ പൈസയ്ക്ക് കൊടുക്കുക. عن حنظلة ابن قيس عن رافع ابن خديج قال حدثني عمايا أنهم كانوا يكرون الأرض على عهد النبي صلى الله عليه وسلم بما ينبت على الأربعاء أو شيء يستثنيه صاحب الأرض فنهى النبي صلى الله عليه وسلم عن ذلك فقلت لرافع فكيف هي بالدينار والدرهم فقال رافع ليس بها بأس بالدينار والدرهم. وقال الليث وكان الذي نهي من ذلك ما لو نظر فيه ذو الفهم بالحلال والحرام لم يجيزوا لما فيه من المخاطرة. അള്ളാഹു എല്ലാ കാര്യങ്ങളും ഏറ്റവും നന്നായി അറിയുന്നു. നിങ്ങളിത് കാണുക, ഖുർആൻ പഠിക്കുക, എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ബാറക്കല്ലാഹു ലി വലക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.